നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാർ. 10 പേരെ വെറുതെ വിട്ടു. ശിക്ഷാവിധി 3-ന്. തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. നിയമ പോരാട്ടത്തിന്റെ വിജയമെന്ന് കോൺഗ്രസ്. കുറ്റം ചെയ്യാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് CPM. ജമാഅത്തെ ഇസ്ലാമിയുടെ വോട്ട് തേടി പിണറായി വിജയൻ നേരിട്ടെത്തിയെന്ന് വെളിപ്പെടുത്തൽ. തുറന്നു പറഞ്ഞ് സംഘടനാ അമീർ P. മുജീബ് റഹ്മാൻ. ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. പ്രതികരണം ന്യൂസ് 18 പോളിഗ്രാഫിൽ. സംഘടനാ ആസ്ഥാനത്തെത്തിയും പിണറായി ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് സതീശൻ. വേള വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം. കോടതിയിൽ പോകാൻ ദേവസ്വങ്ങൾ. വിഷയത്തിൽ ഇടപെടുമോ എന്ന് വ്യക്തമാക്കാതെ ജോർജ് കുര്യൻ. ജനങ്ങളുടെ ഒപ്പമെന്നും കേന്ദ്രമന്ത്രി. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 വിദ്യാർത്ഥികൾ മുങ്ങിമരിച്ചു. ഇരിട്ടി ചരൽപ്പുഴയിൽ 2 പേർ മുങ്ങിമരിച്ചു. തേനിയിൽ വാഹനാപകടത്തിൽ 3 മലയാളികൾക്ക് ജീവൻ നഷ്ടമായി. ഡോക്ടർ മൻമോഹൻ സിംഗ് ഇനി ദീപ്തമായ ഓർമ്മ. അന്ത്യവിശ്രമം യമുനാ തീരത്തെ നിഗംബോധ് ഘട്ടിൽ. സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത് പ്രമുഖർ. സ്മാരകം പണിയുന്നതിനെ ചൊല്ലി വിവാദം. മെൽബൺ ടെസ്റ്റിൽ തിരിച്ചടിച്ച് ടീം ഇന്ത്യ. ഫോളോ ഓൺ ഒഴിവായത് നിതീഷ് കുമാർ റെഡ്ഡിയുടെ സെഞ്ചുറി കരുത്തിൽ. അർദ്ധ സെഞ്ചുറി നേടി വാഷിംഗ്ടൺ സുന്ദർ. ഇരുവരും 8ാം വിക്കറ്റ് കൂട്ടുകെട്ടിൽ അടിച്ചുവാരിയത് 128 റൺസ്. വാർത്തയിലേക്ക് വിശദമായി. പെരിയ ഇരട്ടക്കൊലക്കേസിൽ ഉദുമ മുൻ MLA അടക്കം 14 പ്രതികൾ കുറ്റക്കാരെന്ന് CBI കോടതി. 10 പേരെ വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതക കുറ്റം തെളിഞ്ഞു. വിധി ജനുവരി 3-ന് പ്രഖ്യാപിക്കും. കൊലപാതകത്തിൽ നേരിട്ടു പങ്കെടുത്ത 1 മുതൽ 8 വരെയുള്ള പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞു. ക്രിമിനൽ ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള കുറ്റവും തെളിയിക്കപ്പെട്ടു. 1 മുതൽ 8 വരെ പ്രതികളായ പെരിയ മുൻ ലോക്കൽ കമ്മിറ്റി അംഗം A. പീതാംബരൻ, പീതാംബരന്റെ സഹായിയും സുഹൃത്തുമായ CJ സജി, 3ാം പ്രതി KM സുരേഷ്, K. അനിൽകുമാർ, ജിജിൻ, ശ്രീരാഗ്, A. അശ്വിൻ, സുബിൻ എന്നിവർക്കാണ് കൊലപാതകത്തിൽ നേരിട്ടു പങ്കുള്ളത്. 10ാം പ്രതി T. രഞ്ജിത്ത്, 14ാം പ്രതി ഉദുമ മുൻ ഏരിയ സെക്രട്ടറിയായ K. മണികണ്ഠൻ, 15ാം പ്രതി വിഷ്ണു സുര, 20ാം പ്രതി ഉദുമ മുൻ MLA KV കുഞ്ഞിരാമൻ, 21ാം പ്രതി രാഘവൻ വെളുത്തോളി, 22ാം പ്രതി KV ഭാസ്കരൻ എന്നിവരെ കോടതി കുറ്റക്കാരെന്ന് കണ്ടെത്തി. ക്രൈംബ്രാഞ്ച് പ്രതിചേർത്ത 4 പേരെയും CBI പ്രതിചേർത്ത 6 പേരെയും കോടതി വെറുതെ വിട്ടു. നമ്മൾ മാക്സിമം പ്രോസിക്യൂഷന് പറ്റുന്ന രീതിയിലൊക്കെ കേസ് നടത്തി, നല്ല രീതിയിൽ കേസ് നടത്തിയിട്ടുണ്ട്. എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. കോടതി സ്റ്റാഫുകളും ബാക്കി അവിടുത്തെ നാട്ടുകാരും സാക്ഷികളും എല്ലാവരും സഹകരിച്ചിട്ടുണ്ട്. ബാക്കി ഇനി ജഡ്ജ്മെന്റ് കണ്ടതിന് ശേഷം ബാക്കി ഒപ്പീനിയൻ പറയാം. കുറ്റക്കാരല്ലെന്ന് പ്രതികൾ കോടതിയെ അറിയിച്ചു. 15ാം പ്രതി വിഷ്ണു സുര കോടതിയിൽ വികാരാധീനനായി. ജീവിതം അവസാനിപ്പിക്കാൻ സഹായിക്കണമെന്നും വധശിക്ഷ വേണമെന്നും പ്രതി കോടതിയെ അറിയിച്ചു. പ്രതികൾക്കുള്ള ശിക്ഷ ജനുവരി 3-ന് വിധിക്കും. ന്യൂസ് 18 കൊച്ചി. വിധിയിൽ തൃപ്തിയില്ലെന്ന് കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കുടുംബം. വെറുതെ വിട്ടവരും കുറ്റക്കാരാണ്. നിയമവശങ്ങൾ പരിശോധിച്ച് അപ്പീൽ പോകും. കൊലപാതകവും ഗൂഢാലോചനയും തെളിയിക്കാൻ കഴിഞ്ഞതിൽ ആശ്വാസമുണ്ടെന്നും കുടുംബാംഗങ്ങൾ പറഞ്ഞു. 14 പേരെ സൃഷ്ടിച്ചതിൽ നേതാക്കന്മാർ പെട്ടു. ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത് എല്ലാം ഇത് ഒത്താശ ചെയ്ത് കൊടുത്ത ഈ KV കുഞ്ഞിരാമൻ എന്ന് പറഞ്ഞ വീട്ടിൽ പോയി സ്വന്തം പിതാവിന്റെ ഭാര്യയോട് മൊഴി മാറ്റി പറയാൻ പിന്നെ ഗൂഢാലോചന തെളിയിക്കാൻ പറ്റിയതില്ല. ഈ സന്തോഷം അല്ല, ഒരു കൃതജ്ഞതയുണ്ട്. ആ കോടതിയിൽ ബഹുമാനമുണ്ട്, ആദരവുണ്ട്. അപ്പോൾ ഇതിൽ കുറച്ച് സങ്കടമുണ്ട്. അപ്പോൾ അവർ മുഴുവൻ പ്രതികൾക്കും ശിക്ഷ ഉറപ്പാക്കും വരെ നമ്മൾ പോരാട്ടം നടത്തും. നിയമപരമായിട്ടുള്ള പോരാട്ടങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. സംഭവിച്ചു. കടുത്ത ശിക്ഷ വേണം തന്നെ.
ആഗ്രഹിക്കുന്നത്. സർക്കാർ കുറെ കളി കളിച്ചു. എല്ലാ കുറ്റവാളികളും ശിക്ഷിക്കപ്പെടുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. വിധിയിൽ തൃപ്തികരമെന്ന് തോന്നുന്നില്ല. നമ്മുടെ ഒരു നിയമ പോരാട്ടം തന്നെയാണ് നടത്തിയത്. നമ്മൾ കുടുംബവും നാട്ടുകാരും എല്ലാവരും പ്രസ്ഥാനവും എല്ലാവരും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ പോരാടിയതിനനുസരിച്ചുള്ള ഒരു വിധി നമുക്ക് കിട്ടിയിട്ടില്ല എന്ന് വേണം പറയാൻ. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പ്രതികൾ കുറ്റക്കാരെന്ന് തെളിഞ്ഞത് നിയമ പോരാട്ടത്തിന്റെ വിജയമായാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. എങ്കിലും കോടതി വെറുതെ വിട്ടവർക്കെതിരെ നിയമപരമായ തുടർ നടപടികൾ സ്വീകരിക്കും. കേസിൽ കുറ്റം ചെയ്യാത്തവരും ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിലപാട് ആവർത്തിക്കുകയാണ് CPM. വിധി സ്വാഗതാർഹമെന്നാണ് കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം. പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ അപ്പീൽ പോയതിനെ വിമർശിക്കുന്നതിനൊപ്പം ഗൂഢാലോചനയ്ക്കു പിന്നിൽ CPM ആണെന്നും നേതാക്കൾ ആവർത്തിക്കുന്നു. വെറുതെ വിട്ടവർക്കെതിരെ നിയമോപദേശമനുസരിച്ച് തുടർ നടപടികൾ സ്വീകരിക്കും. കേസ് നടത്തുന്നതിന് വേണ്ടി ചെലവഴിച്ച പണം സർക്കാരിലേക്ക് തിരികെ അടയ്ക്കാൻ CPM തയ്യാറാവണമെന്ന് പ്രതിപക്ഷ നേതാവ്. ഈ 1 കോടിയോളം രൂപ നികുതി പണത്തിൽ നിന്ന്, നമ്മളെല്ലാം നികുതി കൊടുക്കുന്ന പണത്തിൽ നിന്നാണ് ചെലവാക്കിയത് പ്രതികളെ രക്ഷിക്കാൻ. ആ പണം CPM സംസ്ഥാന കമ്മിറ്റി സർക്കാരിലേക്ക് അടയ്ക്കണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധിയാണ് ഈ വിധിയെന്നായിരുന്നു K. സുധാകരന്റെ പ്രതികരണം. ഇത്രയും പ്രതികളെ ശിക്ഷിച്ചുകൊണ്ടുള്ള ഒരു വിധി നമുക്ക് ലഭിക്കാനിടയായത് സന്ദർഭോചിതമായി, സമയോചിതമായി, നിയമപരമായി ബഹുമാനപ്പെട്ട കോടതിക്ക് തോന്നിയ നല്ല ബുദ്ധി. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിനുള്ള തിരിച്ചടിയെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചു. CPMന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ രാഷ്ട്രീയത്തിന് ഏറ്റ ഒരു തിരിച്ചടി തന്നെയാണ്. ശ്രീധരൻ വക്കീലിനെ പോലെയുള്ള ഒറ്റുകാർക്കുള്ള മറുപടിയാണിതെന്ന് രാഹുൽ മാങ്കൂട്ടം. ഇനി തൊട്ട് ശ്രീധരൻ വക്കീല് കഴിക്കുന്ന ഓരോ വറ്റ് ചോറിനകത്തും ശരത്തിന്റെയും കൃപേഷിന്റെയും തകർന്നു തെറിച്ച മാംസത്തിന്റെയും രക്തത്തിന്റെയും ഗന്ധമുണ്ട് എന്ന തിരിച്ചറിവ് കൂടി ശ്രീധരൻ വക്കീലിനെ പോലുള്ള ഒറ്റുകാർക്ക് കൂടി ഉണ്ടാകുന്നത് നല്ലതായിരിക്കും. എന്നാൽ കേസിൽ ഉൾപ്പെട്ട പലരും പ്രതികളല്ലെന്ന് CPM ആവർത്തിക്കുന്നു. കോടതി വിധി അംഗീകരിച്ചുകൊണ്ടുള്ള സമീപനമാണ് ആർക്കും പൊതുവെ സ്വീകരിക്കാൻ കഴിയും. നിയമവാഴ്ചയിൽ അത്തരമൊരു നിലപാട് സ്വീകരിച്ചേ പറ്റുള്ളൂ. ഇതിൽ ഈ കേസിൽ നിരപരാധികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ട്. KV കുഞ്ഞിരാമൻ അടക്കമുള്ള ആളുകൾക്ക് ഏത് വകുപ്പാണ് പ്രകാരമാണ് കുറ്റം ചുമത്തിയിട്ടുള്ളത് അത് പരിശോധിക്കട്ടെ. ന്യൂസ് ബ്യൂറോ, News 18. ജമാഅത്തെ ഇസ്ലാമിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടെന്ന് News 18നോട് വെളിപ്പെടുത്തി അമീർ P. മുജീബ് റഹ്മാൻ. 2011 ആലപ്പുഴ ഗസ്റ്റ് ഹൌസിലായിരുന്നു ചർച്ചയെന്നും അന്ന് പാർട്ടി സെക്രട്ടറിയായിരുന്ന പിണറായിയെ കൂടാതെ മുതിർന്ന ജമാഅത്തെ ഇസ്ലാമി നേതാക്കളും പങ്കെടുത്തിരുന്നു എന്നുമാണ് വെളിപ്പെടുത്തൽ. CPMനോ പിണറായി വിജയനോ ഇക്കാര്യം നിഷേധിക്കാനാകുമോ എന്നും News 18 കേരളം സീനിയർ അസോസിയേറ്റ് എഡിറ്റർ ജിമ്മി ജെയിംസിന് നൽകിയ അഭിമുഖത്തിൽ മുജീബ് റഹ്മാൻ ചോദിച്ചു. ഇത്തരം പിന്തുണ പ്രഖ്യാപനം ഏകപക്ഷീയമായിരുന്നോ അതോ തമ്മിൽ ചർച്ച ചെയ്തിട്ടാണോ? CPM നേതാക്കൾ നിങ്ങളുടെ അടുത്തേക്ക് വന്നോ, നിങ്ങൾ അങ്ങോട്ട് പോയോ? രണ്ടു കൂട്ടരും പരസ്പര സൗകര്യമുള്ള സംവിധാനം ഉപയോഗപ്പെടുത്തി ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തതിന് ശേഷമാണ് പിന്തുണ കൊടുത്തത്. CPMന് മാത്രമല്ല, ഇരു മുന്നണികൾക്കും ജമാഅത്തെ ഇസ്ലാമി നാളിതുവരെ പിന്തുണ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് തെളിവുണ്ടോ? തെളിവുകളുണ്ട്. ഞാൻ കോൺഫിഡൻഷ്യലി നടന്ന ചർച്ചകൾ ഒരു ഉത്തരവാദപ്പെട്ട ഒരു സംഘടന എന്നുള്ള അർത്ഥത്തിൽ എല്ലാം വെളിപ്പെടുത്തുന്നതിൻ്റെ ഒരു പരിമിതിയുണ്ട്. ഒരൊറ്റ വിഷയം മാത്രം ഞാൻ പറയാം. 2011 ഇലക്ഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്നത് ആലപ്പുഴ ഗസ്റ്റ് ഹൗസിലാണ്. ചർച്ചയിൽ പങ്കെടുത്തത് അന്നത്തെ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ T. ആരിഫ് അലിയാണ്. മറുഭാഗത്ത് നിന്ന് പങ്കെടുത്തത് പാർട്ടി സെക്രട്ടറി ശ്രീ പിണറായി വിജയനാണ്. ജമാഅത്തെ ഇസ്ലാമി CPMനെ പിന്തുണച്ചതിന് പാർട്ടി രേഖകൾ തന്നെ ധാരാളമാണ്, നിയമസഭാ രേഖകൾ ധാരാളമാണ്. അഥവാ പാർട്ടി രേഖ വളരെ കൃത്യമായിട്ട് ദേശാഭിമാനി പത്രം, നിയമസഭാ രേഖയിൽ ശ്രീ ആര്യയുടെ മുഹമ്മദിന് കോടിയേരി ബാലകൃഷ്ണൻ കൊടുത്ത മറുപടി, പിണറായി വിജയൻ പത്രസമ്മേളനം നടത്തിയതിൻ്റെ വീഡിയോ കട്ടിങ്സ് എന്ന് തുടങ്ങി നിരവധി തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഓൾറെഡി ഡോക്യുമെന്റഡ് ആയിട്ട് വിഷ്വലായിട്ടും പ്രിന്റഡായിട്ടും നമ്മുടെ മുമ്പിലുണ്ട്. ഈ അഭിമുഖത്തിന്റെ പൂർണ്ണരൂപം ഇന്ന് രാത്രി 8:30 കാണാം. ജമാഅത്തെ ഇസ്ലാമി നേതാവ് അമീർ P. മുജീബ് റഹ്മാൻ News 18നോട് നടത്തിയ വെളിപ്പെടുത്തലിൽ പ്രതികരണവുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ആലപ്പുഴയിൽ വെച്ച് മാത്രമല്ല, ജമാഅത്തെ ഇസ്ലാമി ആസ്ഥാനത്തെത്തിയും പിണറായി ചർച്ച നടത്തിയിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി പിന്തുണയ്ക്കുമ്പോൾ ഇതായിരുന്നില്ല CPMന്റെ നിലപാടെന്നും VD സതീശൻ പ്രതികരിച്ചു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ആസ്ഥാനത്ത് പിണറായി വിജയൻ എത്ര പ്രാവശ്യം പോയിട്ടുണ്ട്, ഒരുമിച്ച് എത്രയോ പ്രാവശ്യം സന്ദർശിച്ചിട്ടുണ്ട്. ഈ തൊട്ടു മുമ്പുള്ള അമീറായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടല്ലോ. ആർക്കറിയാൻ പാടാത്ത കേരളത്തിൽ ആ ആസ്ഥാനത്ത് പോയിട്ടുണ്ടല്ലോ.
ദേശാഭിമാനിയുടെ എഡിറ്റോറിയലില്ലേ, ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഒന്നും വായിച്ചിട്ടില്ലല്ലേ? ദേശാഭിമാനിയുടെ എഡിറ്റോറിയലും അതിന്റെ എഡിറ്റോറിയൽ പേജിലുള്ള സംഭവമുണ്ട്. ഏത് നേരത്തെ ജമാഅത്ത് ഇസ്ലാമി തെരഞ്ഞെടുപ്പിൽ CPM-ന് പിന്തുണ കൊടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട്. ജമാഅത്തെ ഇസ്ലാമിയും SDPIയും കോൺഗ്രസിന്റെ സഖ്യകക്ഷികളാണെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പാലക്കാട്ടെ കോൺഗ്രസിന്റെ വിജയം ഇതിന്റെ ഫലമാണെന്നും കോൺഗ്രസ് ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPM പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധം. നിയമ നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ദേവസ്വങ്ങളുടെ തീരുമാനം. അടുത്ത മാസം 3-ന് പാറമേക്കാവിന്റെയും 5-ന് തിരുവമ്പാടിയുടെയും വേല നടക്കാനിരിക്കെയാണ് ജില്ലാ ഭരണകൂടം തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചത്. തേക്കിൻകാട് മൈതാനിയിൽ വെടിക്കെട്ട് സാമഗ്രികൾ സൂക്ഷിക്കുന്ന പുരയും വെടിക്കെട്ട് നടക്കുന്ന സ്ഥലവും തമ്മിൽ 78 മീറ്റർ മാത്രമാണ് ദൂരമെന്നതാണ് അനുമതി നിഷേധിക്കാൻ കാരണം. പുതിയ നിയമപ്രകാരം 200 മീറ്റർ ദൂരമാണ് വേണ്ടത്. വിവിധ വകുപ്പുകളുടെ റിപ്പോർട്ട് പരിഗണിച്ചാണ് ദേവസ്വങ്ങളുടെ അപേക്ഷ കളക്ടർ നിഷേധിച്ചത്. ഇതിനെതിരെ പ്രതിഷേധവുമായി പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളും രംഗത്തെത്തി. വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ചതിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ടു പോകും. കേന്ദ്ര സർക്കാരിനോട് റിക്വസ്റ്റ് ചെയ്യും, നിയമ വഴികൾ നോക്കും, എല്ലാ വഴിക്കും ഇതെങ്ങനെയാണ് നടത്തുക എന്നുള്ളതിനെക്കുറിച്ച്. ഇതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രി ആയിട്ട് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുന്നൊരു ഫീൽഡാണ്. കോടികളുടെ ബിസിനസ്സുകളാണ്, തൊഴിൽ അവസരങ്ങളിലാണ്. അതിനെ അങ്ങനെ തന്നെ കണ്ട് അതിന് വേണ്ട പ്രോത്സാഹനങ്ങൾ നൽകണം. 250 മീറ്റർ ചുറ്റളവിൽ ആശുപത്രിയും സ്കൂളും പെട്രോൾ പമ്പും പാടില്ലെന്ന വ്യവസ്ഥയും അനുമതി നിഷേധിക്കാൻ കാരണമായി. പോലീസ്, അഗ്നിശമന സേന, റവന്യൂ തുടങ്ങിയ വകുപ്പുകൾ നൽകിയ റിപ്പോർട്ടുകൾ പരിഗണിച്ചാണ് വേല വെടിക്കെട്ടിന് ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിച്ചത്. ന്യൂസ് 18 തൃശൂർ. തിരുവമ്പാടി പാറമേക്കാവ് വേല വെടിക്കെട്ടിന് അനുമതി നിഷേധിച്ച സംഭവത്തിൽ പെസോ നിയമത്തിൽ ഇടപെടുമോ എന്നതിൽ വ്യക്തമായ മറുപടി പറയാതെ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. ജനങ്ങളുടെ ഒപ്പമെന്ന് മാത്രമായിരുന്നു മന്ത്രിയുടെ മറുപടി. കേക്ക് വിവാദത്തിൽ കെ സുരേന്ദ്രൻ പറഞ്ഞത് തന്നെയാണ് നിലപാടെന്നും ജോർജ് കുര്യൻ പ്രതികരിച്ചു. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ 4 വിമത വൈദികർക്കെതിരെ കടുത്ത നടപടി. ബസലിക്ക അഡ്മിനിസ്ട്രേറ്ററായിരുന്ന ഫാദർ വർഗീസ് മണവാളൻ ഉൾപ്പെടെ 4 പേരെ വൈദിക വൃത്തിയിൽ നിന്നും വിലക്കി. നടപടി നേരിട്ട 4 വൈദികർക്കും കുമ്പസാര വിലക്കുമുണ്ട്. ഇടവകകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്നാണ് നടപടി. ഫാദർ വർഗീസ് മണവാളനെ എറണാകുളം സെന്റ് മേരീസ് കത്തീഡ്രൽ ബസിലിക്കയിലെ അഡ്മിനിസ്ട്രേറ്റർ സ്ഥാനത്ത് നിന്ന് നീക്കി നേരത്തെ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മാർ ബോസ്കോ പുത്തൂർ ഉത്തരവിറക്കിയതാണ്. പകരം ഫാദർ തരിയൻ ഞാളിയത്തിന് ചുമതല നൽകിയെങ്കിലും വിമത വിഭാഗത്തിന്റെ നിർദ്ദേശപ്രകാരം വർഗീസ് മണവാളൻ തൽസ്ഥാനത്ത് തുടർന്നു. ഇതേ തുടർന്നാണ് ഫാദർ വർഗീസ് മണവാളനെതിരായ നടപടി. ഇതോടൊപ്പം തൃപ്പൂണിത്തുറ സെന്റ് മേരീസ് ഫെറോന പള്ളി മുൻ വികാരി ഫാദർ ജോഷി വേഴപ്പറമ്പിൽ, പാലാരിവട്ടം സെന്റ് മാർട്ടിൻ ഡിപ്പോറാസ് പള്ളി മുൻവികാരി ഫാദർ തോമസ് വാളൂക്കാരൻ, മാതാനഗർ വേളാങ്കണ്ണിമാതാ പള്ളി മുൻവികാരി ഫാദർ ബെന്നി പാലാട്ടി എന്നിവർക്കും കുർബാന വിലക്കുണ്ട്. 4 പേരെയും കുമ്പസാരം ഉൾപ്പെടെയുള്ള വൈദിക വൃത്തിയിൽ നിന്ന് വിലക്കി. തൃപ്പൂണിത്തുറ, പാലാരിവട്ടം, മാതാനഗർ എന്നീ ഇടവകളുടെ ചുമതല ഒഴിയാത്തതിനെ തുടർന്നാണ് മറ്റ് 3 വൈദികർക്കെതിരെയും നടപടി സ്വീകരിച്ചത്. 4 വിമത വൈദികരോടും പ്രീസ്റ്റ് ഹോമിലേക്ക് മാറാൻ മാർ ബോസ്കോ പുത്തൂർ അന്ത്യശാസനം പുറപ്പെടുവിച്ചു. പരസ്യ കുർബാന അർപ്പിക്കാൻ പാടില്ലെന്നും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ നിർദ്ദേശിച്ചു. ഡിസംബർ 22-ാം തീയതി മുതൽ വിലക്ക് പ്രാബല്യത്തിൽ വന്നു. വൈദികർക്ക് മേൽ സ്വീകരിച്ച നിയമ നടപടികൾ പ്രത്യേക ട്രിബ്യൂണലിലേക്ക് കൈമാറിയിട്ടുണ്ട്. ഏകീകൃത കുർബാന അർപ്പിക്കാത്ത കൂടുതൽ വൈദികർക്കെതിരെ നടപടി ഉണ്ടാകുമെന്നാണ് സൂചന. ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് 2 ഇടങ്ങളിലായി 5 മുങ്ങിമരണം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ 3 കുട്ടികളും കണ്ണൂർ ഇരിട്ടി ചരൽപ്പുഴയിൽ 2 പേരും മുങ്ങിമരിച്ചു. എരഞ്ഞിപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ കുട്ടികളാണ് ഒഴുക്കിൽപ്പെട്ടത്. എരഞ്ഞിപ്പുഴയിലെ സിദ്ദീഖിന്റെ മകൻ റിയാസ്, അഷ്റഫിന്റെ മകൻ യാസീൻ, മജീദിന്റെ മകൻ സമദ് എന്നീ 3 കുട്ടികളുടെ മൃതദേഹവും കണ്ടെത്തി. കുറ്റിക്കോലിൽ നിന്നെത്തിയ ഫയർഫോഴ്സ് സംഘത്തിന്റെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഉച്ചയോടെയാണ് അപകടമുണ്ടായത്. ബന്ധുക്കളായ 3 കുട്ടികളും പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത്. കണ്ണൂർ ഇരിട്ടി ചരൽപ്പുഴയിലാണ് 2 പേർ മുങ്ങിമരിച്ചത്. കൊറ്റാളി സ്വദേശികളായ വിൻസൻ, ആൽബിൻ എന്നിവരാണ് മരിച്ചത്. 9 വയസ്സുള്ള ആൽബിൻ പുഴയിൽ വീണപ്പോൾ വിൻസൻ രക്ഷിക്കാൻ ശ്രമിക്കുകയായിരുന്നു. ഇരുവരുടെയും മൃതദേഹം ഇരിട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റി. ന്യൂസ് 18 കാസർഗോഡ്. തമിഴ്നാട് തേനി പെരിയകുളത്ത് വാഹനാപകടത്തിൽ 3 മലയാളികൾ മരിച്ചു. കോട്ടയം സ്വദേശികളാണ് മരിച്ചത്. കാറും മിനി ബസുമാണ് കൂട്ടിയിടിച്ചത്. ഇന്ന് പുലർച്ചെ 5:30 തേനി പെരിയകുളത്താണ് അപകടം.
കോട്ടയം കുറുവിലങ്ങാട് സ്വദേശികൾ സഞ്ചരിച്ച കാറും മിനി ബസും കൂട്ടിയിടിക്കുകയായിരുന്നു. കാർ യാത്രക്കാരായ ജെയിൻ തോമസ്, സോണിമോൻ KJ കാഞ്ഞിരത്തിങ്കൽ, ജോബീഷ് തോമസ് അമ്പലത്തിങ്കൽ എന്നിവരാണ് മരിച്ചത്. ഇവർക്കൊപ്പമുണ്ടായിരുന്നയാൾ ഗുരുതരമായി പരിക്കേറ്റ് ചികിത്സയിലാണ്. സുഹൃത്തുക്കളായ 4 പേരും വേളാങ്കണ്ണി സന്ദർശനം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. മിനി ബസ്സിൽ സഞ്ചരിച്ച 15ഓളം പേർക്കും പരിക്കുണ്ട്. ഇവർ തേനി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. ഇടിയുടെ ആഘാതത്തിൽ കാറും ബസ്സും മറിഞ്ഞു. ഏർക്കാടിലേക്ക് പോയ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ന്യൂസ് 18 തേനി. ഇടുക്കി മാങ്കുളത്ത് വാഹനാപകടത്തിൽ ഒരാൾ മരിച്ചു, 3 പേർക്ക് പരിക്കേറ്റു. മാങ്കുളം ആനക്കുളം റോഡിൽ ബൈസൺവാലി കയറ്റത്തിൽ നിയന്ത്രണം വിട്ട ലോറി പിറകോട്ടുരുണ്ടാണ് അപകടമുണ്ടായത്. ലോറിയുടെ ക്ലീനർ അസം സ്വദേശി ജയ് ഗോപാൽ മണ്ഡലാണ് മരിച്ചത്. ലോറിയുടെ പിറകിലുണ്ടായിരുന്ന കാറിൽ ലോറി ഇടിച്ചതോടെ കാറിൽ യാത്ര ചെയ്ത 2 പേർക്കും ലോറിയിലെ മറ്റൊരു ക്ലീനർക്കും പരിക്കേറ്റു. ഇടവേള. വാർത്തകൾ തുടരുന്നു. മൻമോഹൻ സിംഗ് ഇനി ദീപ്തമായ ഓർമ്മ. അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ സംസ്കാരം പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ നടന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങി നിരവധി പ്രമുഖർ അന്തിമോപചാരം അർപ്പിച്ചു. ഭൂട്ടാൻ രാജാവ് ജിഗ്മേ വാങ്ചുക്, മൌറീഷ്യസ് വിദേശകാര്യമന്ത്രി മനീഷ് ഗോബിൻ ഉൾപ്പെടെയുള്ളവരും സംസ്കാര ചടങ്ങുകൾക്ക് ഡൽഹിയിലെ നിഗംബോധ് ഘട്ട് ശ്മശാനത്തിൽ എത്തിയിരുന്നു. ആചാരവിടികൾ മുഴങ്ങി. ക്രാന്തദർശിയായ ആ ഭരണാധികാരിക്ക് രാജ്യത്തിൻ്റെ യാത്രാമൊഴി പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അമിത്ഷാ, BJP അധ്യക്ഷൻ JP നദ്ദ തുടങ്ങി നിരവധി പ്രമുഖർ സംസ്കാര ചടങ്ങുകൾക്ക് നിഗംബോധ് ഘട്ടിലെത്തി. രാവിലെ 8:30ഓടെയാണ് മൻമോഹൻ സിംഗിന്റെ ഭൗതിക ശരീരം മോത്തിലാൽ നെഹ്റു മാർഗിലെ വസതിയിൽ നിന്നും AICC ആസ്ഥാനത്തെത്തിച്ചത്. പിന്നീട് 1 മണിക്കൂർ കോൺഗ്രസ് പ്രവർത്തകർക്കും നേതാക്കൾക്കും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ അവസരം ലഭിച്ചു. സോണിയാഗാന്ധിയും കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്തിമോപചാരം അർപ്പിച്ചു. AICC ആസ്ഥാനത്ത് നിന്ന് ഭൗതിക ശരീരം വിലാപയാത്രയായാണ് നിഗംബോധ് ഘട്ടിലേക്ക് കൊണ്ടുപോയത്. മൻമോഹൻ സിംഗിന്റെ വേർപാടിൽ ദുഃഖിക്കുന്ന ഇന്ത്യൻ ജനതയ്ക്കൊപ്പം താനും ജില്ലും പങ്കുചേരുന്നുവെന്ന് വൈറ്റ് ഹൗസിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അറിയിച്ചു. റഷ്യൻ പ്രസിഡന്റ് പുടിൻ അനുശോചനം രേഖപ്പെടുത്തി. വേർപാടിലെ ദുഃഖം പാകിസ്ഥാൻ മുൻ ധനകാര്യമന്ത്രി ഇഷാഖ് ദാറും വ്യക്തമാക്കി. 2014 ഒരു വാർത്താ സമ്മേളനത്തിനിടയിൽ മൻമോഹൻ സിംഗ് പറഞ്ഞു, ഞാൻ എന്തു ചെയ്തു, എന്ത് ചെയ്തില്ല എന്ന് വിലയിരുത്തേണ്ടത് ചരിത്രമാണ്. ചരിത്രം മഹാപുരുഷൻ എന്ന് തന്നെ വിലയിരുത്തുമെന്ന് ഉറപ്പുണ്ടായിരുന്നു മൻമോഹന്. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക നയം സെൻസെക്സിൽ തുടർച്ചയായി മുന്നേറ്റത്തിന് കാരണമായപ്പോൾ അന്നിറങ്ങിയ ചില പ്രസിദ്ധമായ പത്രങ്ങളുടെ തലക്കെട്ട് ഇപ്പോഴും അന്വർത്ഥമാണ്. സിംഗ് ഇസ് ദ കിങ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മൻമോഹൻ സിംഗിന് സ്മാരകം പണിയുന്നതിനെ ചൊല്ലി വിവാദം. സംസ്കാര ചടങ്ങുകൾ നടന്ന അതേ സ്ഥലത്ത് സ്മാരകം വേണമെന്ന നിലപാടിലാണ് കോൺഗ്രസ്. വിഷയത്തിൽ വൃത്തികെട്ട രാഷ്ട്രീയം കളിക്കരുതെന്ന് കോൺഗ്രസിനോട് ആവശ്യപ്പെട്ട് BJP നേതാക്കൾ രംഗത്തെത്തി. തമിഴ്നാട് അണ്ണാ സർവകലാശാലയിൽ പെൺകുട്ടി ബലാത്സംഗത്തിനിരയായി സംഭവത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് മദ്രാസ് ഹൈക്കോടതി. അതിജീവിതയ്ക്ക് 25 ലക്ഷം രൂപ സഹായധനം നൽകാനും കോടതി നിർദ്ദേശിച്ചു. തമിഴ്നാട് ഗവർണർ RN രവി സർവകലാശാല സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. ധീരുഭായ് അംബാനിയുടെ 92ാമത് ജന്മവാർഷികാഘോഷങ്ങളുടെ ഭാഗമായി 2024-25 വർഷത്തെ റിലയൻസ് ഫൗണ്ടേഷൻ അണ്ടർ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് ഫലങ്ങൾ പ്രഖ്യാപിച്ചു. കേരളത്തിൽ നിന്നും 229 ബിരുദ വിദ്യാർത്ഥികൾ 2 ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പിന് അർഹരായി. രാജ്യത്താകെ 5000 വിദ്യാർത്ഥികളാണ് സ്കോളർഷിപ്പിന് അർഹരായത്. 10 ലക്ഷം അപേക്ഷകളിൽ നിന്നാണ് സ്കോളർഷിപ്പിന് അർഹരായവരെ തെരഞ്ഞെടുത്തത്. ഉന്നത വിദ്യാഭ്യാസത്തിനായുള്ള ഇന്ത്യയിലെ ഏറ്റവും വലുതും വൈവിധ്യപൂർണവുമായ സ്കോളർഷിപ്പ് പദ്ധതികളിലൊന്നാണ് ഇത്. കശ്മീരിൽ കനത്ത മഞ്ഞുവീഴ്ച. തണുത്തുറഞ്ഞു കിടക്കുകയാണ് ഡാൽ തടാകം. സർവ്വവും മഞ്ഞ് മൂടിയതോടെ ഗതാഗതം താറുമാറായി. മഞ്ഞ് ആസ്വദിക്കാനെത്തിയ നിരവധി വിനോദസഞ്ചാരികൾ പല സ്ഥലങ്ങളിലും കുടുങ്ങി.
മഞ്ഞിൽ പുതച്ചുമൂടിയ കശ്മീർ താഴ്വര. പരസ്പരം കാണാൻ കഴിയാത്ത വിധമാണ് മഞ്ഞ് പെയ്തിറങ്ങുന്നത്. കുളിർപ്പിക്കുന്ന കാഴ്ചകളെങ്കിലും, പക്ഷേ മഞ്ഞുവീഴ്ചയിൽ ഗതാഗതം താറുമാറായത് 18 മണിക്കൂറിലധികമാണ്. കുടുങ്ങിയത് 2000-ഓളം വാഹനങ്ങൾ. പഹൽഗാം അടക്കമുള്ള സ്ഥലങ്ങളിൽ നിരവധി മലയാളികളും കുടുങ്ങി. ബനിഹാൽ, ബാരാമുള്ള സെക്ഷനിൽ ഉച്ചവരെ റെയിൽ ഗതാഗതം റദ്ദാക്കി. കശ്മീർ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന പരീക്ഷകൾ മാറ്റിവെച്ചു. മഞ്ഞ് മൂടിയതിനാൽ വിമാനങ്ങളും വൈകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മലയാള സിനിമയുടെ ഈ വർഷത്തെ വ്യാവസായിക നഷ്ടം 700 കോടിയെന്ന് നിർമ്മാതാക്കളുടെ സംഘടന. 199 ചിത്രങ്ങൾക്കായി 1000 കോടി മുതൽ മുടക്കിയപ്പോൾ ലാഭമുണ്ടാക്കിയത് 26 എണ്ണം മാത്രമാണ്. അഭിനേതാക്കൾ പ്രതിഫലം കുറയ്ക്കാത്തതുൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിസന്ധിയുടെ ആക്കം കൂട്ടിയെന്നാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വിലയിരുത്തൽ. മലയാള സിനിമയുടെ വലിയ ആഘോഷത്തോടെയുള്ള കടന്നുപോക്കാണ് 2024. എന്നാൽ നക്ഷത്രത്തിളക്കം ചുരുക്കം ചില ചിത്രങ്ങളിൽ മാത്രമാണെന്ന് നിർമ്മാതാക്കൾ തന്നെ ഔദ്യോഗികമായി സമ്മതിക്കുന്നു. ജനുവരി മുതൽ ഇതുവരെ റിലീസായ 204 ചിത്രങ്ങളിൽ 199 പുതിയ റിലീസും 5 എണ്ണം റീ റിലീസുമാണ്. പുതിയ റിലീസായ 199-ൽ 26 മാത്രമാണ് സൂപ്പർ ഹിറ്റ്, ഹിറ്റ്, ആവറേജ് ഹിറ്റ് എന്നീ നിലകളിലേക്ക് എത്തിയത്. ഇവയുടെ ലാഭം 300 കോടി മുതൽ 350 കോടി രൂപ വരെയാണ്. ബാക്കിയുള്ളവ തിയേറ്ററുകളിൽ ഒരു ചലനവും സൃഷ്ടിക്കാതെ കടന്നുപോയെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കണക്ക് സഹിതം ചൂണ്ടിക്കാട്ടുന്നു. 700 കോടിയോളം രൂപ ഇവ നഷ്ടമുണ്ടാക്കി. റീ റിലീസിന്റെ ഇക്കാലത്ത് നേട്ടമുണ്ടാക്കിയത് ദേവദൂതൻ മാത്രമാണ്. അഭിനേതാക്കളുടെ പ്രതിഫല ഇനത്തിൽ ഗണ്യമായ വർധനവ് ഈ കാലത്തുണ്ടായി. പ്രതിസന്ധി മനസ്സിലാക്കി പൂർണ്ണമായും അഭിനേതാക്കൾ സഹകരിക്കാത്തതും വ്യവസായം അഭിമുഖീകരിക്കുന്ന പ്രധാന പ്രതിസന്ധിയാണെന്ന് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടുന്നു. തിയേറ്റർ വരുമാനത്തിന് പുറമെ ലഭിക്കേണ്ട ഇതര വരുമാനങ്ങൾ കുറയുന്ന സാഹചര്യത്തിൽ നിർമ്മാണ ചെലവ് എങ്ങനെ കുറയ്ക്കാമെന്ന് കൂട്ടായി ആലോചിക്കണമെന്നും നിർമ്മാതാക്കൾ പറയുന്നു. ന്യൂസ് 18 കൊച്ചി. വയനാട് DCC ട്രഷററുടെയും മകന്റെയും മരണത്തിലെ ദുരൂഹത നീക്കാൻ വിശദമായ അന്വേഷണത്തിനൊരുങ്ങി പോലീസ്. പാർട്ടിക്കുള്ളിലോ പുറത്തോ പ്രശ്നങ്ങളുള്ളതായി അറിയില്ലെന്നാണ് കോൺഗ്രസിന്റെ വിശദീകരണം. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന വിവാദത്തിൽ വിജയന്റെ മരണവുമായി ബന്ധമുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കും. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് വിഷമുള്ളിൽ ചെന്ന നിലയിൽ വയനാട് DCC ട്രഷറർ NM വിജയനെയും മകൻ ജിജേഷിനെയും കണ്ടെത്തിയത്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്നലെ രാത്രിയോടെ ഇരുവരും മരിച്ചു. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കോൺഗ്രസ് നേതാക്കൾ ഏറ്റുവാങ്ങി മൃതദേഹം വയനാട്ടിലേക്ക് കൊണ്ടുപോയി. ജീവനൊടുക്കാനായി വിജയനെയും മകനെയും പ്രേരിപ്പിച്ച കാരണങ്ങളിൽ യാതൊരു വ്യക്തതയുമില്ലെന്ന് ടി സിദ്ദിഖ് MLA പറഞ്ഞു. വല്ലാത്ത വേദനിക്കുന്ന ഒരു മരണമാണ്, വിഷമകരമായിട്ടുള്ള ഒരു മരണമാണ്. അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായ ഒരു ബോധ്യം ഇല്ലാത്തതായിട്ടുള്ള ഒരു സാഹചര്യമാണ്. വ്യക്തിപരമായിട്ടുള്ള പ്രയാസങ്ങളും വിഷമങ്ങളും എന്തെങ്കിലും ഉണ്ടായോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം പറയാം. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിജയന്റെ വീട്ടിൽ പരിശോധന നടത്തിയെങ്കിലും ആത്മഹത്യാക്കുറിപ്പുകൾ കണ്ടെത്തിയില്ല. വയനാട്ടിലെ കോൺഗ്രസ് നേതാക്കളിൽ പ്രമുഖനായിരുന്ന വിജയൻ നീണ്ടകാലം സുൽത്താൻ ബത്തേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു. പ്രമുഖ സഹകാരി എന്ന നിലയിലും ശ്രദ്ധേയനായിരുന്നു. സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്ക് നിയമന ക്രമക്കേട് വിവാദം അടുത്തിടെ വലിയ ചർച്ചയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് വിജയന്റെ പേരും ഉയർന്നിരുന്നു. ഇതിനിടയിലാണ് വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇരുവരുടെയും മരണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇക്കാര്യങ്ങളും സമഗ്രമായി അന്വേഷിക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. ന്യൂസ് 18 കോഴിക്കോട്. NM വിജയന്റെ മരണത്തിൽ ഏത് അന്വേഷണവും നടത്താമെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തെറ്റ് ചെയ്തവരെ സംരക്ഷിക്കില്ല. KPCC നേതൃത്വത്തിന് നൽകിയ പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും VD സതീശൻ പറഞ്ഞു. സ്പോർട്സ് വാർത്തയിലേക്ക്. മെൽബൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ നിതീഷ് കുമാർ റെഡ്ഡിയുടെ കന്നി സെഞ്ചുറിയുടെ ബലത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഫോളോ ഓൺ ഒഴിവാക്കി ഇന്ത്യ. 8ാം വിക്കറ്റിൽ ഒത്തുചേർന്ന നിതീഷ് റെഡ്ഡി, വാഷിംഗ്ടൺ സുന്ദർ കൂട്ടുകെട്ടാണ് ഇന്ത്യയെ മത്സരത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്നത്. ഇരുവരും ചേർന്ന് 128 റൺസ് നേടി. സച്ചിനും ഋഷഭ് പന്തിനും ശേഷം ടെസ്റ്റ് ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരമാണ് നിതീഷ് റെഡ്ഡി. 170 പന്തിലാണ് നിതീഷിന്റെ സെഞ്ചുറി നേട്ടം. വാഷിംഗ്ടൺ സുന്ദർ 50 റൺസ് നേടി പുറത്തായി. മഴയെ തുടർന്ന് 3ാം ദിവസം മത്സരം നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ 9 വിക്കറ്റ് നഷ്ടത്തിൽ 358 റൺസ് എന്ന നിലയിലാണ് ഇന്ത്യ. 105 റൺസുമായി നിതീഷ് റെഡ്ഡിയും 2 റൺസുമായി മുഹമ്മദ് സിറാജുമാണ് ക്രീസിൽ. ഓസീസിന്റെ 1ാം ഇന്നിംഗ്സ് സ്കോറിനേക്കാൾ 116 റൺസ് പിന്നിലാണ് ഇന്ത്യ.